ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാരും ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാരും സന്തോഷത്തിലാണോ? സന്തോഷമുള്ളവരെല്ലാരും ഒന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മള് നമ്മുടെ സജി തുരുത്തിയിൽ ബ്രദർ നമ്മളോട് സംസാരിക്കും. സജി ബ്രദർ അനേക നാളുകളായിട്ട് ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം തെരേസ ഭവൻ, അഗാപ്പെ തെരേസ ഭവൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷാലയം, അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അദ്ദേഹം എന്താ പറയുന്നത്, കുറ്റിക്കിലച്ചന്റെ ധ്യാനം കൂടി പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച് നമ്മുടെ എന്താ പറയുന്ന അനാഥരായിട്ടുള്ള റോഡ് സൈഡിലും ഒക്കെ കിടക്കുന്ന ആരുമില്ലാത്ത ആളുകളെയൊക്കെ നോക്കുകയാണ്. 100-100ഓളം പേരെ ആ കേന്ദ്രത്തിൽ നോക്കുന്നുണ്ട്. ഇപ്പോ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്ക് വേണ്ടി വേറൊരു കേന്ദ്രം പണിയാൻ വേണ്ടി പോകുന്നു, പണിതുകൊണ്ടിരിക്കുന്നു. അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ശുശ്രൂഷ, ഫുൾ ടൈം കർത്താവിന്റെ മറ്റുള്ളവരിൽ യേശുവിനെ കണ്ടുകൊണ്ട്, ഈ ചെറിയവന് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന യേശു ക്രിസ്തുവിന്റെ ആ വലിയ വചനം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ എല്ലാ നാനാജാതി മതസ്ഥരായ ആളുകൾ അവിടെയുണ്ട്. അവരിലെല്ലാം യേശുവിനെ കണ്ട് ഈശോയെ കൊടുത്തുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്യുകയാണ്. പയ്യാവൂർ എന്ന സ്ഥലത്താണ്, കണ്ണൂർ ജില്ലയിൽ. എൻ്റെ നാട്ടിലാണ്, എൻ്റെ ഇടവകക്കാരനാണ്, എൻ്റെ നാട്ടിലാണ്. വളരെ തീക്ഷ്ണമതിയായ ഒരു ശുശ്രൂഷകനാണ്. ബ്രദറിനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. ബ്രദറാണ് ആദ്യത്തെ പ്രൈസ് വർഷിപ്പും ചെയ്തത്. നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അനേകർക്ക് ലഭിക്കാതെ പോയ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. അതിന് കർത്താവിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വചനം പറയുന്നത്, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നവരെ ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കില്ല. സത്യമായി നമുക്ക് വിശ്വസിക്കാം. എൻ്റെ സ്വർഗീയ അപ്പൻ വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയിലേക്ക് ഈ രാത്രിയിൽ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അവന്റെ ജീവന്റെ വചനത്തിന്റെ അഭിഷേകം പ്രാപിക്കാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിനായി നമ്മളെ ഒരുക്കുവാനെല്ലാം ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. നമുക്ക് രക്ഷ നൽകുന്ന, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏക നാമമായ പരിശുദ്ധ നാമം, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കരങ്ങൾ ഉയർത്തി നമുക്ക് 3 പ്രാവശ്യം ഒന്ന് വിളിക്കാം. ഈശോയേ, ഈശോയേ, സങ്കീർത്തകന്റെ പുസ്തകം 77-ാം അധ്യായം 10-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവിന്റെ കൂടെ 3 വർഷം ഉണ്ടും ഉറങ്ങിയും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട് അനുഭവിച്ച് രോഗികൾ സുഖപ്പെടുന്നത്, തളർവാദ രോഗികൾ സുഖപ്പെടുന്നത്, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്, അന്ധരായ മക്കൾക്ക് കാഴ്ച ലഭിക്കുന്നത്, ചെകിടരുടെ കാതുകളെല്ലാം തുറക്കപ്പെടുന്നത്, മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ മരിച്ചുപോയവര് ഉദ്ധാനം ചെയ്യുന്നത്, 5 അപ്പവും 2 മീനും 5000 പേരുടെ വിശപ്പടക്കി അവരെ തൃപ്തരാക്കി ബാക്കി വരുത്തിയ കർത്താവിനെ ഓരോ ദിവസവും
അത്ഭുതങ്ങൾ നിറഞ്ഞ ദിവസമായിരുന്നു ശിഷ്യന്മാരുടെ. 3 വർഷം വലിയ ദൈവാനുഭവത്തിലൂടെ അവർ കടന്നുപോയെ. പക്ഷെ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേക ശക്തി, പരിശുദ്ധാത്മാവിന്റെ ഒരു ഉന്നതമായ അഭിഷേകം അവരിതൊക്കെ അനുഭവിച്ചും കണ്ടും കേട്ടൊക്കെ പോകുമ്പോഴും അവർക്ക് അനുഭവവേദ്യമായില്ല. അതുകൊണ്ടാണ് ഈശോയുടെ പീഡാസഹനം, കുരിശുമരണമൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇടറിപ്പോയി. നമുക്കറിയാം, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവര് മ്ലാനവതരായി പോയി എന്നാ വചനം പറയുന്നത്. മ്ലാനവതരായി, വലിയ ദുഃഖത്തില്. 3 വർഷം സന്തോഷത്തിലായിരുന്ന അവര് ഒരു ദിവസത്തിന്റെ പ്രശ്നങ്ങൾ മൂലം അവര് മ്ലാനവതരായി പോവുകയാണ്. അവരുടെ കൂടെ 3 വർഷം ഉണ്ടായിരുന്ന യേശു കൂടെ നടന്നിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അത്രമാത്രം അസ്വസ്ഥതയിലേക്ക്, ഭാരങ്ങള്, വേദനയിലേക്ക് അവർ നയിക്കപ്പെട്ടു. കാരണം 3 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാള് കൂടെ വന്നിട്ട് അവന്റെ സ്വരം തിരിച്ചറിയാൻ, അവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. നമ്മുടെയും ജീവിതം ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എത്രയോ വർഷങ്ങളായി കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ട്, കർത്താവിന്റെ രക്ഷ അനുഭവിച്ചറിഞ്ഞിട്ട്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു തകർച്ചയോ, എവിടെയെങ്കിലും ഒരു പ്രതികൂല സാഹചര്യമോ, എവിടെയെങ്കിലും ഒരു സഹനമോ വരുമ്പോ നമ്മളെല്ലാം വാടിപ്പോവുക, നമ്മളെല്ലാം വീണു പോവുക. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോവുക, ലോകത്തിന്റെ വഴിയെ നമ്മൾ പോവുക, ലോകത്തിന്റെ പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ച് നമ്മൾ പോവുകയാണ്. ശിഷ്യന്മാര് പോയതുപോലെ തന്നെ നമ്മൾ പോയേ. ശിഷ്യന്മാര് ചിലര് യഹൂദരെ ഭയന്നിട്ട് ഗുരുവിനെ കൊണ്ടുപോയാലും ഞങ്ങളെയും പിടിച്ചു കൊണ്ടുപോകുന്ന പേടിച്ച് വിറച്ച് കതകടച്ച് വീടിനുള്ളിൽ കഴിയുകയാ. നമ്മുടെയും ചില അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാ. 3 വർഷം ഉറങ്ങി കൂടി നല്ല സന്തോഷവും സുഖമൊക്കെ ആയിരുന്നു. അത്ഭുത അടയാളങ്ങളൊക്കെ കണ്ട് വയറു നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയി പോയ ശിഷ്യന്മാര് ചിലര് ഉപേക്ഷിച്ച് കളഞ്ഞ പഴയ ജോലി തേടി അന്വേഷിച്ച് പഴയ ജോലിയിലേക്ക്, മീൻപിടുത്തത്തിലേക്ക് കടന്നു പോവുകയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ തന്നെയാ നമ്മളും. ഒരു മാറ്റവും ഇല്ല. എന്നാൽ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി, അവിടുത്തെ അപരിമയമായ ശക്തി, അവിടുത്തെ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേക ശക്തി നമ്മളിൽ നിറയാത്തത് കൊണ്ടാണ്, നമ്മളിൽ രുചിച്ചറിയാത്തത് കൊണ്ടാണ്, നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും തകർച്ചകളും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം കടന്നു വരുമ്പോ ആ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത് എന്ന്. പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ എല്ലാം തേടി നടന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി സെഹ്യോൻ ഊട്ടുശാലയിൽ ഒരുമിച്ചിരുത്തി ദിവസങ്ങളോളം അവരെ ഒരുക്കുകയാണ്. ദിവസങ്ങളോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരേക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അവരെ ഒരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയില്, ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഈ ദിവസത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നിയോഗങ്ങളിൽ, നമ്മളായിരിക്കുന്ന ശുശ്രൂഷകളിലൊക്കെ വലിയ കാര്യങ്ങൾ ഈ രാത്രി ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പസ്തോലന്മാരെല്ലാം ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോ 3 വർഷം ഈശോയുടെ കൂടെ നടന്ന ഒരു അനുഭവമൊന്നും അല്ലായിരുന്നു. അവരിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോ അവരാകപ്പാടെ മാറി. പിന്നെ അപ്പസ്തോലന്റെ വാക്കില് കടലിൽ ഒഴുക്കപ്പെടലും
ചാട്ടവാറടിയും, ജയിലിൽ കിടക്കലും, ക്രൂര മൃഗങ്ങളുടെ കൂട്ടിൽ അകപ്പെടലും, വാളിനിരയാകലും, മരണം പോലും വന്നാലും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നയിക്കപ്പെടുക. ശ്വാസം നിലയ്ക്കുന്നത് വരെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറുകയാണ് അവര്. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വചനം പറയുന്നത്, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല. ആത്മാവിൽ യഥാർത്ഥ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അവന്റെ ജീവിതം യേശുവിന് വേണ്ടി മാത്രമുള്ള ജീവിതമായിരിക്കും. ഓരോ ശിഷ്യന്മാരെ എടുത്ത് പരിശോധിച്ച് നോക്കിയേ. അവരെല്ലാം സഖിയോ നൂട്ടിശാലയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന് ശേഷം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നൊരു ഇഞ്ച് പോലും അവർ പുറകോട്ട് പോയി. അവരുടെ ജീവിതത്തിലെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ, അവരുടെ നേട്ടത്തിന് വേണ്ടിയോ, അവരുടെ വരുമാന മാർഗമായിട്ടോ ലോകത്തിന്റെ മുമ്പില് മിടുക്കന്മാരാകാനോ ഒന്നാമനാകാനോ ഒന്നും അവർ പോകുന്നില്ല. അവരുടെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടിയുള്ള ജീവിതമാണ്. അവരുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടിയുള്ള ജീവിതമായി മാറി. അവർ പോയപ്പോൾ അവരുടെ അടിച്ചവര് പോലും സൗഖ്യം പ്രാപിച്ചു. കാരണം അവർ ആത്മാവിലാണ് നയിക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. കർത്താവിന്റെ മകനും മകളും എന്ന പദവിയിലേക്ക് അവർ ഉയർത്തപ്പെട്ടു. ആത്മാവ് അവരുടെ മേൽ വന്നു കഴിയുമ്പോൾ ഇന്ന് എത്രയോ ജീവിതങ്ങളെ അതുപോലെ പരിശുദ്ധാത്മാവ് തൊട്ട് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു സത്യം മനസ്സിലാക്കണം. ഈശോ നമുക്ക് വേണ്ടി പാടുപീഡകളേറ്റ അവസാനത്തുള്ളി രക്തം പോലും ചിന്തി നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി മാറിയത് നമ്മളും നമ്മുടെ ജീവിത പങ്കാളിയും മക്കളുടെയൊക്കെ സുരക്ഷിതത്തിനും നേട്ടത്തിനും ഒരുപാട് സ്വത്ത് ഉണ്ടാക്കാനും ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ടാക്കാനും എല്ലാവരുടെ മുമ്പിൽ അറിയപ്പെടാനും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും അതിനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ പരിശുദ്ധാത്മാവ് തന്നോളും. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യമാ, അത് കർത്താവ് തരുന്നതാണ്. പക്ഷെ യഥാർത്ഥ ഒരു ദൈവ പൈതല് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പൗരത്വം സ്വർഗം, ആ സ്വർഗം കണ്ടുകൊണ്ടായിരിക്കും അവന്റെ ജീവിതം. അവന്റെ ജീവിതം മുഴുവനും കർത്താവിനുള്ള ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം അധ്യായം 15-ാമത്തെ വചനത്തിലൂടെ പറയുകയാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ കാൽവരി കുരിശിൽ യാഗമായത്. അവൻ കുരിശിൽ പിടഞ്ഞു മരിച്ചത് ജീവിക്കുന്നവരായ നമുക്ക് വേണ്ടി ജീവിക്കാതെ നമ്മളെ പ്രതി കാൽവരി കുരിശിൽ നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ രോഗങ്ങളൊക്കെ ഏറ്റെടുത്തവന് വേണ്ടി അവന് വേണ്ടി ജീവിക്കേണ്ടവരായി മാറാനാണ് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു മോഹൻ നായരുണ്ട്, ഒരു നായര്, പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഒരു 10 സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു പുരയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ഗർഭിണിയായിരിക്കുന്ന സമയം കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബം. ഒരു ദിവസം മരത്തിന്റെ മുകളിൽ കയറി കൈവിട്ട് താഴേക്ക് വീണ് നട്ടെല്ലിന്റെ ഫൈനൽ കോഡും പൊട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. കുറച്ച് ദിവസം ജീവിത പങ്കാളി കൂടെ നിന്നു.
ജീവിത പങ്കാളിയുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു, പോയി, അവന്റെ കഥ കഴിഞ്ഞു, ഇനി അവന്റെ കൂടെ നിൽക്കണ്ട. ഗർഭിണിയായ ഭാര്യയും ആ മനുഷ്യനെ ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ദിവസങ്ങളോളം ആശുപത്രിയിലെ, ആ ഗവൺമെന്റ് ആശുപത്രിയിലെ ആ ബെഡിൽ ആ മനുഷ്യൻ കിടന്നു. അടുത്ത ബെഡിൽ ഉണ്ടായിരുന്ന കൂട്ടിരിപ്പുകാരൊക്കെ അവിടുന്ന് കിട്ടുന്ന ബ്രെഡോ പാലോ കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോ അതെല്ലാം കഴിക്കും. ദിവസങ്ങൾ മുന്നോട്ട് പോയി. ആദ്യമൊക്കെ അയൽവക്കക്കാരും ബന്ധുക്കളൊക്കെ വല്ലപ്പോഴൊന്ന് വരുമായിരുന്നു. പിന്നെ ആരും വരാതായി. വലിയ ദുഃഖത്തില് അദ്ദേഹം ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. നട്ടെല്ലിന്റെ ഫൈനൽ കോഡ് വെട്ടി തളർന്നു കിടക്കുന്ന മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആർക്കും എന്നെ വേണ്ട, ഇനി എനിക്കൊരു ജീവിതമില്ല, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം, എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യാണ്. ഓരോ രോഗികളുടെ അടുത്ത് ഒന്ന് പരിചയപ്പെടുന്നു. ഇതാ നല്ല ബൈബിളാണ്, നിങ്ങൾക്ക് ടൈം പാസിന് വായിക്കാം, നല്ല അനുഭവമൊക്കെ കിട്ടും, ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ ഇങ്ങനെ വിതരണം ചെയ്യുക. ഇദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ബൈബിൾ ആദ്യമായിട്ട് കാണുക. ഈ മനുഷ്യൻ ബൈബിൾ വാങ്ങി അത് തുറന്ന് മത്തായിയുടെ സുവിശേഷം മുതല് വായിക്കാൻ തുടങ്ങിയ. ഒരു 3-4 അധ്യായങ്ങൾക്ക് വായിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ചിന്തയെല്ലാം പോയി. പിന്നെ അനേക ദിവസങ്ങൾ എടുത്ത് ഈ പുതിയ നിയമം മുഴുവനും അദ്ദേഹം വായിച്ചു തീർക്കുകയാണ്. അദ്ദേഹത്തിന് വീണ്ടും ആത്മാവിന് വലിയ ഉൾപ്രേരണ കൊടുക്കുകയാണ്, ഇനിയും വായിക്കണം. വീണ്ടും അദ്ദേഹം മത്തായിയുടെ സുവിശേഷം മുതൽ വീണ്ടും വായിക്കാൻ തുടങ്ങി. സുവിശേഷകന്മാരുടെ സുവിശേഷം കഴിഞ്ഞ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായം ആദ്യ ഭാഗം അദ്ദേഹം വായിക്കുകയാണ്. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയ ശബ്ദം ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിനാളുകൾ പോലുള്ള നാവുകള് തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. അവരെല്ലാം വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ ഭാഗങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോ മോഹൻ നായര്, ആ നായരായ മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞത്, അതിനുശേഷം പറഞ്ഞത്, ആളിക്കത്തുന്ന ഒരു തീക്കുണ്ടത്തിലേക്ക് എന്നെ എടുത്തെറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്റെ ശരീരം മുഴുവൻ ആളിക്കത്തുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അദ്ദേഹം പറയാണ്, ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം തെളിഞ്ഞ്. എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ആ ഹാളിൽ ഉണ്ടായിരുന്ന ആശുപത്രിയിലുള്ള രോഗികളും കൂട്ടിരിപ്പുകാരെല്ലാവരും എന്റെ വട്ടത്തിലിരിപ്പ. അവര് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറ്റി? നിങ്ങൾ മാനസിക രോഗിയായി മാറിയെന്നാ ഞങ്ങൾ വിചാരിച്ചത്. നിങ്ങൾ യേശുവേ 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 എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരേ വിളിയായിരുന്നു. യേശുവേ 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 യേശുവേ. നിങ്ങൾ ഏതൊക്കെയോ ഭാഷകളില് സംസാരിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവര് പറയുമ്പോഴായി മനുഷ്യന് അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. പിന്നെ ആർത്തിയായി, വചനം വായിക്കണം, വചനം വായിക്കണം. അദ്ദേഹം വചനം വായിക്കാൻ തുടങ്ങി. പിന്നീട് വചനം വായിക്കാൻ തുടങ്ങി. അതെല്ലാം വലിയ ദൈവാനുഭവമായി മാറി. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവിത പങ്കാളിക്ക് ഇരിപ്പുറപ്പില്ല. അവരുടെ വീട്ടുകാര്, കുടുംബാംഗങ്ങളോടൊക്കെ അവര് പറഞ്ഞതെല്ലാം മാറ്റി, തടസ്സങ്ങളൊക്കെ മാറ്റി ഈ മനുഷ്യനെ പരിചരിക്കാൻ
ആ സ്ത്രീ വന്നു അന്നേരത്തേക്ക് ഒരു കുഞ്ഞായി, ഒരു കുഞ്ഞോട് കൂടിയാണ് ഈ മനുഷ്യന്റെ അടുത്തേക്ക് വന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യന്, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ചിന്ത മാത്രം. ഇദ്ദേഹം പ്രാർത്ഥിക്കും, അടുത്തുള്ള ആളുകളൊക്കെ വരും, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തലയിൽ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കും. നായര കേട്ടോ, ഒരു മോഹൻ നായര്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, വലിയ സൗഖ്യങ്ങള്, വലിയ വിടുതലുകള്. ആളുകൾ സഹായിച്ച് അതിനോട് ചേർന്ന് ഒരു 15 സെന്റ് സ്ഥലവും കൂടി കൊടുത്ത് മോഹൻ നായർ പറഞ്ഞു, ഒരു ചെറിയ കെട്ടിടം എനിക്ക് പണിത് തരണം. അരയ്ക്ക് താഴേക്ക് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താ, എനിക്ക് ഈശോയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇന്ന് നിങ്ങൾക്കറിയാവോ, ആ മനുഷ്യന്റെ വീട്ടില് 10-28 മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് നട്ടലിന്റെ ഫൈനൽ കോഡ് പൊട്ടിയും ആക്സിഡന്റ് വന്ന് തളർന്നു പോയവരും ജീവിതത്തിന്റെ പല മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടപ്പ് രോഗികളായിരിക്കുന്ന ദൈവമക്കളെ ഇതാ കിടന്ന ആ ബെഡിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ശുശ്രൂഷിക്കുകയാണ്. നമുക്ക് കർത്താവ് കണ്ണ് തന്നു, നമുക്ക് കൈകൾ തന്നു, നമുക്ക് ആരോഗ്യം തന്നു, നമുക്ക് കാല് തന്നു, നമുക്ക് സമ്പത്ത് തന്നു, നമുക്കെല്ലാം കർത്താവ് തന്നു. മാനസികമായി നമ്മളെല്ലാം ഫിറ്റാണ്. എത്രയോ മാനസിക രോഗികളുണ്ട്, എത്രയോ വയ്യാത്തവരുണ്ട്. നമുക്ക് വീട് തന്നു. എത്രയോ പേര് മരച്ചുവട്ടിലും പീഡികത്തിണ്ടകളിലും ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങുന്നുണ്ട്. നമുക്ക് എന്തിന്റെ കുറവാ? എന്നിട്ടും അരുമനാഥനായ എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച് എന്നെ രക്ഷിക്കാൻ എനിക്ക് വേണ്ടി ബലിയായി തീർന്ന എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്താ ചെയ്യ? ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ കാൽവരി കുരിശിൽ യാഗമായത് എന്ന് ഈശോ നമ്മളോട് പറയുമ്പോ, അപ്പസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ, നമുക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങളും ദൈവാനുഭവങ്ങളും പരിശുദ്ധാത്മ അഭിഷേകവും ഒക്കെ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മക്കളും ഒരു ചുറ്റുമതിലിന് ഉള്ളിലുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ. ഈ ചുറ്റുമതിലുകളെല്ലാം തകർന്നു വീഴണം. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടിയുള്ള ജീവിതമായിരുന്നു. ആ ഒരു ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ആ ഒരു അഭിഷേകത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാം കൈപിടിച്ച് നയിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രിയില് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ദാഹം ഉണ്ടാകണം. ആത്മാവെ എന്നിൽ വന്ന് നിറഞ്ഞ് നീ എന്നെ ഉപയോഗിക്കണമേ എന്ന്. മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറി, മറ്റുള്ളവർക്കൊരു അഭിഷേകമായി മാറി, കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. തളർന്നു കിടക്കുന്ന ഒരു മോഹൻ നായർക്ക് 10-28 പേരുടെ കണ്ണീരൊപ്പാൻ കഴിയുമെങ്കിൽ, ഒറ്റപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് അനാഥരായ അനേകം ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി മാറാൻ കഴിയുമെങ്കിൽ, എത്രമാത്രം കാര്യങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വചനം, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് സ്വന്തം കാര്യമാണല്ലോ, യേശുക്രിസ്തുവിന്റെ കാര്യമല്ലല്ലോ എന്നുള്ള ഒരു വലിയ വേദന. അപ്പോസ്തലൻ വേദനയോട് പറയുക, എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് സ്വന്തം കാര്യങ്ങളാണ്, യേശുക്രിസ്തുവിന്റെ കാര്യങ്ങളല്ലല്ലോ. ദൈവം അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് നമ്മൾ അവന് വേണ്ടി ജീവിക്കാനാ, അവന് വേണ്ടി ഓടാനാ, അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളാക്കി
നമ്മുടെ ജീവിതങ്ങളെ മാറ്റാനാണ്. അതിനുവേണ്ടിയാ പ്രിയപ്പെട്ടവരെ. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി കാൽവരി കുരിശിൽ യാഗമായി. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളവരായി നമ്മൾ മാറണം. നമ്മൾ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല. ആത്മാവ് നമ്മളിൽ നിറയുമ്പോ പ്രിയപ്പെട്ടവരെ, അതിന്റെ പൂർണ്ണതയിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ബിജു ബ്രദർ. ആസ്പെറ്റാസ് ഷീറ്റിട്ട ഒരു കൊച്ചു വീട്ടില് 3 മക്കളും ജീവിത പങ്കാളിയുമായി കഴിയുന്ന ഒരു മകൻ. വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഇടവകയില് പുത്തൻ കുർബാന കഴിഞ്ഞ് ആദ്യം കുർബാന ചെല്ലാൻ ആ ഇടവകയിൽ വന്നൊരു വൈദികന്റെ പ്രസംഗം. കുർബാന മധ്യേ അദ്ദേഹത്തിന്റെ പ്രസംഗം പറഞ്ഞുകൊണ്ട്, അച്ഛൻ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ മകൻ പരിശുദ്ധാത്മാവിൽ നിറയുക. എനിക്ക് തോന്നി അന്ന് ബിജുവിന് ഒരു 10-20 വയസ്സിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പാവങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്ത വേണം, പാവങ്ങളെ പറ്റി നിങ്ങൾക്ക് ചിന്ത വേണമെന്ന് ആ ഒരു 25 മിനിറ്റ് നീളുനിന്ന ആ പ്രസംഗത്തില് തുടരെ ആ യുവവൈദികൻ ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു ദൈവാനുഭവം ഈ പയ്യനുണ്ടാവുക. ആ പള്ളിയിലെ കപ്പിയാരാണ്. ഒരുപാട് കുർബാനകൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ വചനം കടന്നു വന്നപ്പോൾ അവനിൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാഗ്നി കത്തി. അന്ന് കുർബാന കഴിഞ്ഞ് അവൻ ആദ്യം വന്നത് ഞാൻ ഓർക്കുക. ഞാനന്ന് കണ്ണൂർ ജില്ലയിലെ കുട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്നേഹഭവനിൽ ശുശ്രൂഷ ചെയ്യുക. ഉച്ചയായപ്പോ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഓ ബ്രദറെ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ബ്രദറൊക്കെ ചെയ്യുന്ന പോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വിട്ടു. ആ ദിവസം തന്നെ കൽക്കട്ടയിലേക്ക് അവൻ വണ്ടി കയറി. പാവപ്പെട്ട മനുഷ്യനാ. കുറച്ച് അവിലും കുറച്ച് കുപ്പിയിൽ വെള്ളമൊക്കെ ശേഖരിച്ചു. കാരണം പൈസയില്ല, പോകുന്ന വഴിക്ക് ചെലവിന്. ട്രെയിന് കയറി മദർ തെരേസയുടെ ആശ്രമത്തിൽ ചെന്ന് 1 മാസത്തോളം അവിടെ ശുശ്രൂഷ ചെയ്യാം. കൂടുതൽ ആത്മാവിൽ നിറഞ്ഞ് ഇപ്പോൾ ആ മനുഷ്യന്റെ അവസ്ഥ പറയാൻ ഞാൻ. ഈ കണ്ണൂര്, കാസർഗോഡ്, വയനാട് ജില്ലകളിലുള്ള ഒരു 2000-ഓളം ആളുകളുടെ ഫോൺ നമ്പർ ആ മനുഷ്യന്റെ കയ്യിലുണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളില് എല്ലാം നഷ്ടപ്പെട്ട് ആക്സിഡന്റ് ആയും മരത്തിന്റെ മുകളിൽ നിന്ന് വീണും അപകടങ്ങൾ വന്നും സ്ട്രോക്ക് വന്നും വീടുകളുടെ 4 ചുമരിനുള്ളിൽ തളർന്നു കിടക്കുന്ന ഒരു 10,000-2000-ഓളം പേരുടെ ലിസ്റ്റുണ്ട്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഈ ബിജു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വന്നതിന് ശേഷം അവൻ ഓടുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാ. ആ ഓട്ടോറിക്ഷയിൽ നോക്കിയാല് എപ്പോഴും കാണാൻ പറ്റും കുറച്ച് അരിയും, കുറച്ച് പച്ചക്കറിയും, കുറച്ച് നോട്ട് ബുക്കും, കുറച്ച് പെൻസിലും, കുറച്ച് പേനയും, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടാവും. ഈ വീടുകളെല്ലാം ഓടി നടന്ന് അവരുടെ ഷേവ് ചെയ്ത് കൊടുക്കുന്നത്, മുടി മുറിച്ചു കൊടുക്കുന്നത്. ഒരു 10-20ഓളം വീടുകള് ഈ പാവപ്പെട്ട മനുഷ്യൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി. വീടില്ലാതെ ചോർന്നൊലിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കിതൊന്നും അറിയില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ്, നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ കർത്താവ് കൊണ്ടുത്തരും നമ്മുടെ മുമ്പിൽ ഓരോരുത്തരെ. അനേകർക്ക് സാക്ഷ്യമായി ആ മനുഷ്യൻ ജീവിക്കുകയാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളിലുള്ള വെളിച്ചം
അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് സുവിശേഷം 5-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷം മുഴുവനും നമ്മൾ ധ്യാനിച്ച, സഭ കരുണയുടെ വർഷമായി ആചരിച്ചപ്പോ നമ്മൾ ധ്യാനിച്ച ഒരു വചനമാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലും എൻ്റെ 21-ാം വയസ്സിലാണ് എൻ്റെ ഈശോയെ ഞാൻ അനുഭവിച്ചറിയുന്നത്. അതുവരെ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോവും, ക്രിസ്ത്യാനിയായോണ്ട് പോവും, യൂത്ത് കൂട്ടായ്മയിലെല്ലാം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ യേശുവായി വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ സഹനത്തിന്റെ തീച്ചൂടിൽ എൻ്റെ ഓർമ്മ വെച്ച നാളില്. എൻ്റെ പിതാവാണെങ്കിൽ വലിയൊരു മദ്യപാനി. ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് പോലും എൻ്റെ ചാച്ചൻ ഒരു പേടി സ്വപ്നമായിരുന്നു. ചാച്ചൻ വരുന്നു എന്ന് അറിയപ്പോ തന്നെ ഞങ്ങൾ മക്കളെല്ലാവരും 6 പേരാ. ഞങ്ങൾ പേടിച്ച് വിറച്ച് ചാച്ചന്റെ മുന്നിൽ പെടാതെ മാറി അകന്ന് വിട്ടൊക്കെ പോകും. ഒരുപാട് ദാരിദ്ര്യം. ഒരു പെങ്ങളാണെങ്കിൽ ഒരു ദിവസം 10ഉം 15ഉം പ്രാവശ്യമൊക്കെ അപസ്മാരക രോഗം വന്ന് നിലത്ത് വീഴും. എൻ്റെ ഒരു സഹോദരനാണെങ്കിൽ സ്കൂളിൽ നന്നായി, അവന്റെ ക്ലാസ്സിൽ ഫസ്റ്റായി പഠിച്ച് +2 കഴിഞ്ഞ് അവനൊരു പഠനത്തിന് വേണ്ടി പോയതാ. 2 വർഷം കഴിഞ്ഞ് അവൻ തിരിച്ചു വരുന്നത് അവൻ മാനസികമായ അവന്റെ നില വിട്ടുപോയ ഒരു അവസ്ഥയോട് കൂടിയാണ്. ചാച്ചന്റെ മദ്യപാനം, പീഡനം, പെങ്ങളുടെ രോഗം, ശരിക്കും ഒരു നരകതുല്യമായ ജീവിത അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നേ. അന്നൊക്കെ ദൈവം ഉണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തില് 44-ാമത്തെ വചനം പറയുന്നുണ്ട്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇങ്ങനെ സഹനത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ 21-ാം വയസ്സിൽ പേരാവൂര് തൊണ്ടിയിൽ ഒരു ബൈബിൾ കൺവെൻഷൻ വരിക. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എന്താ ബൈബിൾ കൺവെൻഷൻ ഒന്നും അറിയത്തില്ല. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഭയങ്കര അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. 2-ാം ദിവസം എന്താ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ പോവുകയാണ്. ഞാൻ ചെന്നപ്പോൾ പേരാവൂര് തൊണ്ടിയില് പള്ളിയുടെ മുമ്പുള്ള വലിയ തെങ്ങിൻ തോട്ടത്തിൽ കൺവെൻഷൻ നടക്കുക. ഞാനൊരു 11 മണിയൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അത്രയും ആളുകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു വൈദികൻ അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഏറ്റുചൊല്ലുന്നു, കരങ്ങൾ ഉയർത്തുന്നു, കൈകൾ അടിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവരുടെ ഇടയിൽ ഒരാളായി. വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഉരുവിടുന്നു, ഞാൻ ഉരുവിട്ടു. ഒരു 2 മിനിറ്റ് സമയം അവിടുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ തലയിലേക്ക് എന്തോ വന്ന് വീഴുന്ന ഒരു വലിയ ദൈവാനുഭവം. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ബോധം തെളിയുമ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ എന്നെ ഇങ്ങനെ സൈഡിൽ ചേർത്ത് എന്നെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോ എല്ലാവരും നിന്നായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കെന്താ പറ്റിയേ? അപ്പച്ചൻ പറഞ്ഞു, അവനെ ഈശോ തൊട്ടു, അവന് പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകം ഉണ്ടായി. എനിക്കൊന്നും മനസ്സിലായില്ല. അവന് ഭയങ്കര ദൈവാനുഭവം ഉണ്ടായി. എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ദാഹം ഇങ്ങനെ ഉയരാൻ തുടങ്ങി. ഞാൻ മെല്ലെ അപ്പച്ചൻ്റെ അടുത്ത് എഴുന്നേറ്റിട്ട് ആ സ്റ്റേജിന്റെ ഏറ്റവും മുമ്പിൽ പോയി ഞാൻ ഇരുന്നു.
പ്രിയപ്പെട്ടവരെ, ആ ധ്യാനം തീരുന്നത് വരെ ഓരോ ദിവസവും 5 ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ധ്യാനം അങ്ങോട്ട് പോവുകയാണ്. സ്റ്റേജിന്റെ ഏറ്റവും മുമ്പിൽ പോയി ഞാൻ ഇരിക്കും. ഓരോ ആരാധന നടക്കുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും ദൈവവചനം കടന്നു വരുമ്പോഴൊക്കെ വ്യത്യസ്തമായ ദൈവാനുഭവങ്ങളിലൂടെ ഞാനിങ്ങനെ പോകാൻ തുടങ്ങി. എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ ഒറ്റ ചിന്തയെ എന്റെ മനസ്സില്. ഞാൻ ഓർക്കി ആ ദിവസങ്ങളില് അന്ന് വരെ എന്റെ കുടുംബത്തിലെ സഹനങ്ങളെ ഓർത്ത് എപ്പോഴും നെടുവീർപ്പിട്ടും ഭാരപ്പെട്ടും വേദനിച്ചും കഴിഞ്ഞിരുന്ന ഞാന് ആ പരിശുദ്ധാത്മ അഭിഷേകത്തിന് ശേഷം ഈ സഹനങ്ങളുടെ മേലെല്ലാം ചവിട്ടി നടന്ന് വിജയം വരിക്കുന്ന ഒരു ദൈവാനുഭവം. എന്റെ വിഷമവും ഭാരവും എല്ലാം പോയി. ഈ സഹനങ്ങളെ ഓർത്ത് ഞാൻ തമ്പുരാനിങ്ങനെ നന്ദി പറയും, കർത്താവിനെ സ്തുതിക്കും. അന്ന് യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിലൊക്കെ അന്ന് ഒത്തിരി മാനസിക രോഗികളൊക്കെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന കാണും. അവരെയൊക്കെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു മനോവേദന, അവരോട് വലിയൊരു മനസ്സലിവ്. അങ്ങനെ അന്ന് ധ്യാനം കൂടി, ഞങ്ങൾ 6-7 ചെറുപ്പക്കാർ കൂടി ഒരുമിച്ച് കൂടി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. അന്ന് കരസ്മാറ്റിക് ധ്യാനം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും പുച്ഛമാണ്. മാനസിക രോഗികൾക്ക് പറഞ്ഞിരിക്കുന്ന പണിയായിട്ടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഇടമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു റബ്ബർ തോട്ടത്തിലായിരുന്നു. ഞങ്ങളുടെ 7 പേര് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉൾപ്രേരണ തരും. ഏതെങ്കിലും ആദിവാസി കോളനിയിലേക്ക് പോവാൻ, കുറച്ച് കോളനിയിലേക്ക് പോവാൻ, അല്ലെങ്കിൽ തലശ്ശേരി കണ്ണൂരുള്ള ഗവൺമെന്റ് ആശുപത്രിയിലെ അനാഥ വാർഡുകളിലേക്കായിരിക്കും. അവിടെ ചെല്ലുമ്പോഴുണ്ടാവും മരണത്തെ മുഖാമുഖം കിടക്കുന്ന മക്കൾ. ആഴ്ചകളായി മരുന്നൊക്കെ എഴുതി കൊടുത്ത്, ഇഞ്ചക്ഷനും ഗുളികയൊക്കെ എഴുതി കൊടുത്ത് മേടിക്കാൻ മാർഗമില്ല. ചീട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. കട്ടിലിന്റെ മുകളിൽ 2 രോഗികൾ, കട്ടിന്റെ അടിയിൽ 2 രോഗികൾ. തളർന്നു പോയവര്, ദിവസങ്ങളായി മലമൂത്ര വിസർജനത്തിന് ആരും ശുശ്രൂഷിക്കാനില്ല. അവരെ എടുത്തുകൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി താടിയൊക്കെ വെടിച്ച് മുടിയൊക്കെ മുറിച്ച് TV വാർഡിലും എല്ലാ വാർഡുകളിലും ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ആത്മാവി നിറഞ്ഞ് വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് റബ്ബറൊക്കെ വെട്ടിവെച്ച്, രാവിലെ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് വന്ന് രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടി വിശുദ്ധ ബലി അർപ്പിച്ച് തിരിച്ചു വന്ന് പാലെടുത്ത് ഓടുകയാണ് കോളനികളിലേക്ക്. തലശ്ശേരി, കണ്ണൂര്, കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രി. എന്താ ചെയ്യാൻ പറ്റുക? ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? തീ പിടിച്ച പോലെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് കർത്താവ് ആത്മാവിൽ വഴി നടത്ത കുടുംബത്തോടെ, ജീവിത പങ്കാളിയും 4 മക്കളും എനിക്കുണ്ട്. ദൈവത്തിന്റെ കരുതലും പരിപാലനയും ഒക്കെ ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് സ്ഥാപനങ്ങളിലൂടെ എല്ലാം കടന്ന് ആ സ്ഥാപനങ്ങളെയൊക്കെ വളർത്താൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. കർത്താവ് കൃപ തന്നുകൊണ്ട് കൃപയെ അധ്വാനിച്ചു. അതുകൊണ്ട് അവിടുന്ന് നിങ്ങളൊക്കെ വളർന്നു കഴിയുമ്പോൾ അവിടുന്നെല്ലാം അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ വളർന്നു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഇപ്പോ കണ്ണൂർ ജില്ലയിലെ ജിജുബോൻ ബ്രദർ പറഞ്ഞ പോലെ പയ്യാവൂര് വെമ്പുവായിലെ ഒരു തെരേസാ ഭവൻ, 100 ചില്ലാനോളം മക്കള്, വഴിയിലൊക്കെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികള്, മരണാസന്നരായ കിടപ്പ് രോഗികള്, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽപ്പെട്ട എത്രയോ മക്കളാണ് സൗഖ്യം പ്രാപിച്ച് വീടുകളിലേക്ക് പോകുന്നത്. 10-12 വർഷമായി മരിച്ചുപോയി എന്ന് വിചാരിച്ച് തെരുവിൽ അവസാനിച്ചു പോകേണ്ട എത്രയോ ജീവിതങ്ങളെയാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ കൃപ ഇടപെട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോ അവിടെ സംഭവിച്ചത് അതാണ്. അവരേക മനസ്സായിരുന്നു. അവർക്ക് സ്വന്തമായി ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഇടയിൽ ഇല്ലായ്മ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അവരുടെ സമ്പത്തൊക്കെ പൊതു സ്വത്തായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഓർക്കുകയാണ്,
നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ജിജിമോൻ ബ്രദറിന്റെ അനുജൻ ഒരു വൈദികനാണ്. നിങ്ങൾക്കറിയോന്നറിയില്ല. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ധ്യാനമന്ദിരത്തിലെ ഡയറക്ടറൊക്കെ ആയിരുന്നു കോട്ടയത്ത്. ഒരു ദിവസം ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് അച്ഛൻ കാറിൽ കയറാൻ നോക്കിയപ്പോ ഞാൻ അച്ഛന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛ, ഇവിടെ മാനസിക രോഗികള്, കിടപ്പ് രോഗികള്, ഈ പ്രായമുള്ള കിടപ്പ് രോഗികളെ ഒന്ന് മാറ്റണം. സാമൂഹ്യനീതി വകുപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വേർതിരിക്കണം, സ്ഥലമില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലം ആർക്കെങ്കിലും തന്നെ പൈസ കൊടുത്ത് മേടിക്കാൻ പൈസയില്ല, തരാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, തീർച്ചയായിട്ടും ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് തന്നിരിക്കും. അച്ഛൻ പോയി. രാത്രിയായപ്പോ ജിബിലച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താ പറ്റി അച്ഛൻ? ബ്രദറെ, എനിക്കിവിടെ ഒരു ഷെയർ എന്റെ കുടുംബം, എന്റെ പിതാവ് തന്നിട്ടുണ്ട്. എന്റെ സ്വത്ത് ഇവിടെ കിടക്കുമ്പോ വേറൊരാള് ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്ഥലം കിട്ടാൻ വേണ്ടി ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുക? ബ്രദറ്, രാവിലെ വീട്ടിലേക്ക് വാ. രാവിലെ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ സഹോദരങ്ങള്, ജിജിമോൻ, ഒരു ബെന്നിസാറുണ്ട്, ഇപ്പൊ റിട്ടയർഡായി, ഒരു 3 പേരാണുങ്ങൾ. അവര് സമ്മതിക്കുന്നില്ല. അവര് പറയുന്നത്, അച്ഛന്റെ 1.5 ഏക്കർ തന്നെ കൊടുക്കണ്ട, ഞങ്ങളും 1/2 ഏക്കർ വെച്ച് തരാം. നമുക്ക് 3 പേർക്കും 1/2 ഏക്കർ വെച്ച് 1.5 ഏക്കർ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. ഇവിടുത്തെ ബ്രദർ പറഞ്ഞ പോലെ ആദ്യ അടിയിലുള്ള നിലയുടെ വാർപ്പെല്ലാം കഴിഞ്ഞു. കർത്താവ് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളിൽ നിന്നെല്ലാം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം. ഞാനോർക്ക് എത്ര മനോഹരമായിട്ട് കർത്താവ് ഒരുക്കുന്നേ. കൂടുതലൊന്നുമില്ല, അന്നന്ന് വേണ്ട ആഹാരം. ഓരോ മക്കളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വലിയ ഉൾപ്രേരണ കൊടുത്ത് ഈ ഭവനത്തിലേക്ക് എത്തിക്കുക. ഇല്ലായ്മയുടെ നിമിഷങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വഴിയിൽ അലഞ്ഞു തിരിയുന്ന ഭിക്ഷാടകര് പോലും പരിശുദ്ധാത്മാവ് ഈ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കിയ, ഞങ്ങൾ ഇവിടെ വന്ന ആദ്യ നാളില് ഒരു ദിവസം അന്നൊരു 4000 രൂപ വേണം. ഭയങ്കര ബുദ്ധിമുട്ട്. 10-20ഓളം മാനസിക രോഗികളുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഭിക്ഷാടകൻ കയറി വന്നു. വലിയൊരു പാണ്ടക്കെട്ടൊക്കെ, ഒരു പ്രായമുള്ള അപ്പച്ചൻ. കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. അദ്ദേഹത്തോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ്, അപ്പൊ നമ്മുടെ ഭവനത്തിലുള്ള മക്കള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ എന്തേലും കഴിച്ചോ? അന്നേരം പറഞ്ഞു, വിശക്കുന്നുണ്ട് മോനെ. ഞാൻ ശുശ്രൂഷകരോട് പറഞ്ഞു, ആ അപ്പച്ചനെ എന്തെങ്കിലും കൊടുക്കണം. ഉള്ളിലേക്ക് പോയപ്പോ ഞാൻ വിചാരിച്ചു, പൈസയൊന്നും ഇല്ല, എന്നാലും കുറച്ച് പൈസ ചില്ലറ കൊടുക്കണം എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വരുമ്പോ അപ്പച്ചൻ പുറത്തിറങ്ങി വാണ്ടക്കെട്ടൊക്കെ അഴിച്ച് അതിലുള്ള ചില്ലറയും നോട്ടുകളൊക്കെ എടുത്തിങ്ങനെ എണ്ണുവാ. ഞാൻ വിചാരിച്ചു, ഇനി ചില്ലറ തന്ന് നോട്ട് മേടിക്കാനാണോ? അന്ന് എൻ്റെ അടുത്തൊരു 500 രൂപ പോലും ഇല്ല കയ്യില്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പൈസ എല്ലാം കൂടി എടുത്ത് മേശപ്പുറത്തേക്ക് കൊണ്ടുവച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, 4000 ചിഷ്ടം രൂപയുണ്ട്. ഇവിടുത്തെ മക്കൾക്ക് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ബ്രദർ വാങ്ങിക്കൊടുക്കണം. എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, വേണ്ടപ്പച്ച വേണ്ട, സമ്മതിക്കുക. ഇത് ബ്രദറിന് തരുന്നതല്ല, ഞാൻ എൻ്റെ ഈശോയ്ക്ക് കൊടുക്കുന്ന. ഇവിടെ ഉള്ളിൽ ചെന്നപ്പോഴാണ് ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഇനി എനിക്ക് ഈ പൈസ കൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയ. ഞാൻ നിർബന്ധിച്ച്, ഞാൻ പറഞ്ഞത് കുറച്ച് പൈസയെങ്കിലും വണ്ടിക്കൂലിക്ക് വേണ്ടേ. അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയി ആരോട് ചോദിച്ചാലും വൈകുന്നേരം എനിക്ക് ചായ കുടിക്കാനുള്ള, ഭക്ഷണത്തിലുള്ള പൈസ കിട്ടും. പേര് ഞാൻ ചോദിച്ചു, നാട് ഞാൻ ചോദിച്ചു, ഒന്നും പറഞ്ഞില്ല.
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഭിക്ഷാടകരിലൂടെ പോലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കിയ. കഴിഞ്ഞ 14 വർഷം ഇവിടെ വന്നപ്പോ ഒരു ആസ്പെറ്റാസ് ഷീറ്റിട്ടൊരു കെട്ടിടമായിരുന്നു. മക്കള് വർദ്ധിക്കുന്നതനുസരിച്ച് കർത്താവ് കെട്ടിടത്തിന്റെ വിസ്തൃതികളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രായമുള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഈ കുഴിവേലിൽ കുടുംബം ദാനമായി തന്ന സ്ഥലത്ത് കർത്താവ് ഇങ്ങനെ കുറച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുക. മരണം വരെ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ നിമിഷവും അവരുടെ ഓരോ കാര്യങ്ങളിലും എത്ര ശ്രദ്ധയോടെയാ കർത്താവ് പരിപാലിക്കുന്നത്. ദൈവത്തിന്റെ വലിയ പരിപാലനയാ, ദൈവത്തിന്റെ കരുതല. നമ്മളിത് അനുഭവിച്ചറിയണം. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം കർത്താവിന് വേണ്ടിയുള്ള ഒരു ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറുക. അതാ സ്വർഗം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. പത്രോസ് വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒഴുകുക ദൈവമക്കളിലേക്ക്. വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് ഇറങ്ങുകയാ.